ഹായ് ഫ്രണ്ട്സ്, ഇത് ഇന്നലെ നോമ്പ് തുറക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് വാഴയ്ക്കപ്പം. വാഴയ്ക്കപ്പം ഞങ്ങളുടെ ഇവിടെ വാഴയ്ക്കപ്പം എന്നാണ് പറയുന്നത്. വാഴയ്ക്ക കൊണ്ട് ഉണ്ടാക്കുന്ന അപ്പമല്ലേ വാഴയ്ക്കപ്പം. പക്ഷേ ഇത് വാഴയ്ക്കയല്ല, നല്ല പഴുത്ത പഴമാണ്. അപ്പോൾ നമുക്കതിന് പഴംപൊരി എന്നും പറയാം. പഴംപൊരി ഉണ്ടാക്കണ്ടെന്ന് കരുതിയിരുന്നതാണ്. നോക്കി 3 പഴുത്ത പഴമായിരുന്നു. പിന്നെ അതിനെ വെച്ചിരുന്നിട്ട് കാര്യമില്ല. നെയ്യിൽ വാട്ടിക്കൊടുത്ത് 2-3 ദിവസം തുടരെ നെയ്യിൽ മക്കൾക്ക് വാട്ടിക്കൊടുത്ത് നെയ്യിലിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഫ്രൈ ചെയ്ത് കൊടുത്തപ്പോഴേക്ക് 2-3 ദിവസം അവർ കഴിച്ചു. 4ൻ്റെ അന്ന് കൊടുത്തപ്പോൾ വേണ്ട ഉമ്മാനെ, 3ാമത്തെ ദിവസം കൊടുത്തപ്പോൾ രണ്ടുപേർക്കും വേണ്ട, മടുത്ത് ഇത് വേണ്ട വേണ്ട വേണ്ട. പിന്നെ ഞാനാണ് അതെല്ലാം ഇരുന്ന് കഴിച്ചത്. അപ്പോൾ വീണ്ടും ഇത് വാട്ടി കൊടുക്കുകയാണെങ്കിൽ ഞാൻ തന്നെ ഇരുന്ന് കഴിക്കേണ്ടി വരും. ഒന്നാമതേ ഞാൻ വണ്ണം കുറയ്ക്കാൻ വേണ്ടി ഡയറ്റ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതും കൂടെ ആകുമ്പോഴത്തേ വണ്ണം കൂടെ ഉള്ളൂ. പിന്നെ ആകെ 3 പഴം കൂടെ ആയതുകൊണ്ട് തന്നെ നമ്മളെ വീട്ടിലെല്ലാവർക്കും പെട്ടെന്ന് തീരുകയും ചെയ്യും. കിടന്ന് അങ്ങോട്ട് വേസ്റ്റ് ആകില്ല. പിന്നെ വേസ്റ്റായി കളയണമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ കഴിക്കുന്നത് കൊണ്ടാണ് ഈ വെയിറ്റ് കൂടുന്നത്. ചില സാധനങ്ങളൊക്കെ ഞാൻ കണ്ണു അടച്ചിട്ട് വേണ്ട ഒന്ന് കളയാൻ നോക്കും. പക്ഷെ മിക്കവാറും കളയാതിരിക്കാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഈ തുച്ഛമായിട്ട് ഇങ്ങനെ കുറച്ച് വീതം ഉണ്ടാക്കുന്നത്. അങ്ങനെ 3 പഴം ഉണ്ടായിരുന്നു. മുമ്പൊക്കെ ആണെങ്കിൽ ഞാൻ പഴംപൊരി പൊരിക്കുന്നത് എങ്ങനെയാണ്, ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒരു പഴത്തിനെ ചെറുതായിട്ട് കട്ട് ചെയ്താണ് പൊരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ കരുതി നീളത്തിൽ അങ്ങ് പൊരിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഓരോന്ന് ഇതായാലും 2 വീതമായാലും കൊടുത്തും കഴിയാം. അതൊരു നീളത്തിൽ പൊരിക്കുന്നത് പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. പിന്നെ മൈദാമാവും 1 ടീസ്പൂൺ അരിപ്പൊടിയും പിന്നെ ഒരു കാ ടീസ്പൂൺ അത്രേ വരുള്ളൂ. കാ ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറേ നേരം നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് നല്ല ഒരു പായ്ക്കപ്പം പൊരിക്കേണ്ട പരുവത്തിന് കിട്ടിയതിന് ശേഷം പിന്നെ ഓരോന്നും മുക്കിയിട്ട് പൊരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറേ ദിവസത്തിന് ശേഷം കഴിച്ചുകൊണ്ടായിരിക്കും, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മിക്കവാറും എല്ലാ നോമ്പിനും ആദ്യത്തെ ദിവസം തന്നെ കാണും പഴംപൊരി. ഇപ്രാവശ്യം അത് പൊരിക്കേണ്ടെന്ന് കരുതി, കാരണം എണ്ണയില്ലേ, കുറച്ച് ഹെൽത്തി ആയിട്ട് കഴിക്കാമെന്ന് കരുതിയതാണ്. പിന്നെ എന്തെങ്കിലും ഒരു സാധനം കഴിക്കാൻ വേണമല്ലോ, പിന്നെ ഈ പഴത്തിന് വെറുതെ വേസ്റ്റ് ആകാൻ വേണ്ടാന്ന് വെച്ച് പൊരിച്ചതാണ്. മുന്നേയൊക്കെ ആണെങ്കിൽ ഞാൻ മിക്കവാറും എല്ലാ നോമ്പിനും പഴംപൊരിയും കാണും. 2 ഐറ്റം കാണും പൊരിപ്പ് സാധനങ്ങൾ, 1 അല്ല 2 കാണും. പിന്നെ ഇത് പൊരിച്ചിട്ട് ചൂട് മാറണ്ടെന്ന് കരുതിയിട്ട് റൈസ് കുക്കറിനകത്ത് വെച്ചിരുന്നു. ഈ പൊരിക്കുന്ന ഐറ്റങ്ങളൊക്കെ റൈസ് കുക്കറിനകത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ആ ചെറു ചൂടോടെ നല്ല കോന്ന് വെച്ചാൽ ഈ അതിനെന്ത് വേറെ വാക്കുണ്ടോ എനിക്കറിയില്ല, കോന്ന് പോകാതെ ഇരിക്കും. പിന്നെ ഇത് ആ മാവിനെ ചെറുതായിട്ടൊന്ന് നൈസായിട്ട് ഇങ്ങനെ ഒഴിച്ച് പൊരിച്ചെടുത്തതാണ്. മാവാകുമ്പോൾ ഒരു ക്രിസ്പി ആയിട്ട് കഴിക്കാമല്ലോ, അങ്ങനെ അത് വേസ്റ്റ് ആയിട്ട് കളയണ്ടല്ലോ എന്ന് അതും അങ്ങനെ പൊരിച്ചെടുത്തതാണ്. പിന്നെ എല്ലാം കൊണ്ട് വെച്ചിട്ട് ബാങ്ക് വിളിക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും ബാങ്കൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് കഴിക്കാൻ തണ്ണിമത്തൻ, ആപ്പിള്, പിന്നെ പപ്പായ, ചക്ക ഉണ്ട്. ഇന്നലത്തെ ബാക്കി ചക്ക ഉണ്ടായിരുന്നു, ഫ്രിഡ്ജിൽ വെച്ചിരുന്നതും കൂടെ ആയതുകൊണ്ട് തന്നെ ചക്ക നല്ല തണുത്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല മധുരമുള്ള ചക്കയാണ്. ഓക്കെ ഫ്രണ്ട്സ്, എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. ഓക്കെ, ബൈ.